പ്രത്യേകിച്ച് ആൺമക്കളെ വളർത്തിയ ഒരു അമ്മ എന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. And അതെന്താ ഇവർ രണ്ടുപേരും ഭയങ്കര കുറുമ്പന്മാരായിരുന്നോ കുഞ്ഞിലെ? ചുവട്ടം പോയപ്പോ രാജു 15 ഇന്ദ്രൻ 18. അപ്പൊ എനിക്കൊരു ചെറിയ ഭയം ഉണ്ടായിരുന്നു. അതും പ്രത്യേകിച്ച് ആൺകുട്ടികള് ഈ പറഞ്ഞതുപോലെ ദൈവമേ സുവോട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹം പിള്ളേരെ മിടുക്കരാക്കി കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു. അതൊരു പരിധി വരെ അല്ല, മുഴുവനായിട്ട് സാധിച്ചെടുത്തു. അതാണ് ഈശ്വരൻ ഏറ്റവും വലിയ അനുഗ്രഹം. അതെ. എന്നാലും ഇതിൽ ആരായിരുന്നു കുരുത്തം കെട്ട സ്വഭാവം ഉള്ളത്, എപ്പോഴും കുറുമ്പ് കാണിക്കുന്ന ആരായിരുന്നു? എനിക്ക് തോന്നുന്നു ഇന്ദ്രൻ. പൃഥ്വിയോ? അയ്യോ പാവ ഇന്ദ്രൻ. എന്തിനാ അമ്മ അവരെ വഴക്ക് പറയുന്നതൊക്കെ ചോദിക്കുന്നതാണ്. ആ പൃഥ്വി കൊള്ളാം. എന്തോ അമ്മ എന്റെ ട്രാക്ടർ എടുത്തോണ്ട് പോയി ചെറിയ കാര്യങ്ങൾക്ക് അടി ഉണ്ടാക്കും. അടിയല്ല, എല്ലാം അവന് വാങ്ങിച്ചതൊക്കെ അവന്, ചേട്ടന് വാങ്ങിച്ചതൊക്കെ ചേട്ടന്. പക്ഷെ എനിക്ക് തോന്നുന്നു രണ്ടുപേരും ഹീറോ മാത്രമല്ല, ടെക്നിക്കലിയും ഭയങ്കര ഒരു ഇതാണ്. പാട്ടും പാടും ഡാൻസും ചെയ്യും രണ്ടുപേരും. എല്ലാ ലാംഗ്വേജസ് വരെ അറിയാം അവർക്ക്. അത്ര എല്ലാം ഭയങ്കര. അതെന്താ വെച്ചാൽ സൈനിക സ്കൂളില് ഒരു ദിവസം ഹിന്ദി സംസാരിക്കണം, ഒരു ദിവസം ഇംഗ്ലീഷ്, ഒരു ദിവസം മലയാളം. അന്നത്തെ മോർണിംഗ് പേപ്പറിൽ വായിച്ച ന്യൂസുകള് പ്രിൻസിപ്പൽ പറയുന്ന ഭാഷയിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഒരു റൂൾ ഉണ്ട്. അത് നന്നായി, നല്ലൊരു. അയ്യോ ഞാൻ പറഞ്ഞത് ആൺകുട്ടികളൊക്കെ അവിടെ പഠിപ്പിക്കണം, ട്രെയിനിങ്. പൃഥ്വിരാജിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ എന്തോ പഠിക്കാൻ പോയിട്ട് പിന്നെ വേണ്ട എന്നൊരു തീരുമാനം. അതെ, തിരിച്ചു വന്നു. ഓറിയന്റേഷൻ കോഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു 9 മാസം. അപ്പോഴാണ് ഇദ്ദേഹത്തിന് ഞാൻ തിരുവനന്തപുരത്തുള്ളപ്പോ സിദ്ദിഖും രഞ്ജിത്തും എല്ലാം കൂടെ വിളിച്ചു പറഞ്ഞ് നന്ദനം അഭിനയിക്കാൻ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു പോലെ എന്താ നിന്റെ പരിപാടി, സപ്പോസ് നന്ദനം കയറി നല്ല പടമായി, അപ്പോൾ അടുത്ത പടം വരും, അത് എന്ത് ചെയ്യും? എനിക്ക് സിനിമ അഭിനയിക്കാൻ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞ ഇവിടെ ഇതുവരെ സാരമില്ല, അപ്പൊ ഞങ്ങൾക്ക് സഹിച്ചു. പക്ഷേ ഈ ഒരു സപ്പോർട്ട് കാരണമാണ് ഇന്ന് നമ്മൾ എല്ലാവരും സ്നേഹിക്കുന്ന നമ്മുടെ സ്വന്തം രാജുവേട്ടനെ നമുക്ക് ഇങ്ങനെ കിട്ടിയത്. തീർച്ചയായിട്ടും.